നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം അതാണ് ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് CPIM. വിവാദത്തിൽ ഇ.പി. ജയരാജനോടോ ദേശാഭിമാനി ലേഖകനോടോ വിശദീകരണം തേടിയിട്ടില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. പുറത്തുവന്നത് തന്റെ ആത്മകഥ അല്ലെന്ന് താൻ എഴുതിയത് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇ.പി. ജയരാജന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഉലഞ്ഞു പാർട്ടി. തള്ളിപ്പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ പാർട്ടിയെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. വിവാദ ഭാഗങ്ങൾ പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ ഇതേ ഉള്ളടക്കത്തോടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നു. വിവാദ ഉള്ളടക്കം തയ്യാറാക്കിയതാര്? തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചോർന്നത് എങ്ങനെ? ഇക്കാര്യങ്ങൾ CPIM പരിശോധിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. ഇ.പി. ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കുറിപ്പുകൾ തയ്യാറാക്കാൻ ഇ.പി. സഹായം തേടിയ ദേശാഭിമാനി ലേഖകനോടും CPIM വിശദീകരണം തേടിയിട്ടില്ല. ജയരാജൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയരാജൻ അവിടെ വിശദീകരിക്കും. ഇല്ല, എന്തിനും വിശദീകരണം ചോദിക്കേണ്ട കാര്യം CPIM ചോദിച്ചിട്ടില്ല. ആത്മകഥാക്കുറിപ്പുകൾ തയ്യാറാക്കിയതിൽ പാർട്ടി വിശദീകരണം തേടിയെന്ന വാർത്ത ദേശാഭിമാനി ലേഖകൻ M. രഘുനാഥ് നിഷേധിച്ചു. എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന വിവാദ സാധനം ഞാൻ കണ്ടിട്ടില്ല. DC ബുക്സുമായി കരാറില്ലെന്നും പാർട്ടി പരിശോധിച്ച ശേഷമേ തനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാനാകൂ എന്നും ഇ.പി. ജയരാജൻ. ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇനി അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. വിവാദങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് ഇ.പി. ജയരാജൻ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. 24 കണ്ണൂർ. ആത്മകഥാ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച് DC ബുക്സ് CEO രവി DC. സമൂഹ മാധ്യമങ്ങളിലൂടെ DC ബുക്സ് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ പറയാനില്ല എന്നുമാണ് വിവാദങ്ങളിൽ രവി DCയുടെ മറുപടി. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ മാനിക്കുന്നുവെന്നും രവി DC പറഞ്ഞു. DC ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. നൈദർ വി ആർ ഓൺലി എ ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളില്ലാത്തത് ഏതൊരു പബ്ലിക് ഫിഗറും അല്ല, മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. താങ്ക് യു. അരുൺ പാറാട്ട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ വിവാദത്തിൽ DCയുടെ വിശദീകരണം അത് പ്രധാനമാണ്. നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനപ്പുറത്തേക്ക് കൂടുതലായി ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് രവി DCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഇ.പി. ജയരാജന്റെ പരാതിയിലൊരു പ്രാഥമിക അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെ പരിധിയിൽ വരും എന്ന് മനസ്സിലാക്കുന്നു. ആ അന്വേഷണവുമായി സഹകരിക്കും എന്നും DC വ്യക്തമാക്കുന്നുണ്ടോ അരുൺ പാറാട്ട്? റീജിത്ത്, ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ആത്മകഥ പുറത്തിറങ്ങും എന്ന് DC പറഞ്ഞതിന് പിന്നാലെ വന്നിരിക്കുന്ന ഈ ഒരു വിവാദത്തിൽ നമുക്ക് DC ബുക്സിന്റെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അതിനായി രവി DCയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഷാർജ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UAE-യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈറ്റിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നാണ് അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത് തന്നെയാണ് ഈ വിഷയത്തിൽ DC ബുക്സിന്റെ നിലപാട് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിർമ്മിതിയിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇത് കുറച്ച് ദിവസമായി നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇനി പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ മാത്രമാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി തന്നെ പറയുന്നതായിരുന്നു രവി DCയുടെ ഇന്നത്തെ മാധ്യമപ്രവർത്തകരോടുള്ള സംഭാഷണം. ഈ വിഷയത്തിൽ മറ്റ് പ്രതികരണങ്ങൾക്ക് താൻ തയ്യാറല്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇ.പി. ജയരാജൻ താങ്കളെ സമീപിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മറുപടി അറിയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചോദിച്ചപ്പോഴും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. ഈ വിഷയത്തിൽ ഫെസിലിറ്റേറ്റർ മാത്രമാണ് DC ബുക്സ് എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു എന്ന ഒരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ മറ്റ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാത്തതിന്റെ ഒരു കാരണവും നമുക്ക് വേണമെങ്കിൽ ആ വരികളിൽ നമുക്ക്. ശരി, ആത്മകഥാ വിവാദത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് DC ബുക്സ്. അരുൺ പാറാട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ദുബായിൽ നിന്ന്.
EP ജയരാജനെ പരോക്ഷമായി മുന്നണിയിലേക്ക് ക്ഷണിച്ച UDF കൺവീനർ MM ഹസൻ. UDFിലേക്ക് EP ജയരാജനെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് EP അല്ല ഏത് PP വന്നാലും UDF ആലോചിക്കില്ലേ എന്നായിരുന്നു MM ഹസന്റെ മറുപടി. MM ഹസൻ സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞതായിരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. MM ഹസന്റെ ക്ഷണത്തെ EP ജയരാജൻ പരിഹസിച്ച് തള്ളി. EP അല്ല ഏത് PP വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിൻ്റെ അഴിമതിക്ക് ദുർഭരണത്തിനെതിരായി അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന ഏകാധിപത്യത്തിനെതിരായി പൊതുവായ അഭിപ്രായം പറഞ്ഞു പുറത്തു വന്നാൽ നമ്മളത് ആലോചിക്കില്ലേ? ME ഗോവിന്ദനേക്കാൾ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ, നമ്മളെന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത്? ഇത് തമാശയായിട്ട് അവർ തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദമുള്ളതുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല, എടുക്കാവുന്ന ആളുകൾ എടുക്കും. അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും. ആത്മകഥയിലെ വിമർശനത്തിന് പിന്നാലെ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ വാനോളം പുകഴ്ത്തി EP ജയരാജൻ. ഉത്തമനായ ചെറുപ്പക്കാരനെന്നാണ് ഡോക്ടർ P സരിനെ EP ജയരാജൻ വിശേഷിപ്പിച്ചത്. ഡോക്ടർ P സരിൻ പാലക്കാട് ജനതയുടെ മഹാഭാഗ്യമാണെന്നും മികച്ച സ്ഥാനാർത്ഥിയാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഉത്തമനായൊരു ചെറുപ്പക്കാരൻ, പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധതയുള്ള, ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സരിൻ ജയിക്കും. യാത്രയയപ്പ് സംഘടിപ്പിച്ചതിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചനയുണ്ടെന്ന് മൊഴി നൽകി ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ കുടുംബം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ K നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത്. രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരം കഴിഞ്ഞയുടൻ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായ മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രത്യേക സംഘത്തിന്റെ മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം നീണ്ടു. മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും യാത്രയയപ്പ് ചടങ്ങിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചനയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. TV പ്രശാന്തന്റെ അഴിമതി ആരോപണത്തിലും കുടുംബം സംശയം പ്രകടിപ്പിച്ചു. നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റുമായാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനെത്തിയത്. പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് 2 ആഴ്ചകൾക്ക് ശേഷമാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം TV പ്രശാന്തന്റെയും മൊഴിയെടുത്തിരുന്നു. 24 പത്തനംതിട്ട. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. PP ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിൽ PP ദിവ്യ പങ്കെടുത്തില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ വിവാദ യാത്രയപ്പ് പരിപാടി കഴിഞ്ഞ് കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. PP ദിവ്യ രാജിവെച്ചൊഴിവിൽ അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് പുതിയ അധ്യക്ഷ. 24 അംഗ ഭരണസമിതിയിൽ LDFന് 17 അംഗങ്ങളുണ്ട്. PP ദിവ്യയുടെ അഭാവത്തിൽ KK രത്നകുമാരിക്ക് 16 വോട്ടുകൾ ലഭിച്ചു. ജാമ്യവ്യവസ്ഥ പരിഗണിച്ചാണ് PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നാണ് വിശദീകരണം. PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷക്ക് അഭിനന്ദനം അറിയിച്ച് PP ദിവ്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. ഭരണസമിതി അംഗങ്ങളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും സൗഹൃദവും കൂട്ടായ്മയുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്നാണ് ദിവ്യയുടെ പ്രതികരണം. വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഹാളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല. 24 കണ്ണൂർ. കൊല്ലം കുന്നത്തൂരിൽ സ്കൂളിൽ കിണറ്റിൽ വീണ 6ാം ക്ലാസ്സുകാരൻ ഫെബിന്റെ നില ഗുരുതരം. സംഭവത്തിൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂളിലെ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫെബിന്റെ പിതാവ് 24നോട് പറഞ്ഞു. കൊല്ലം കുന്നത്തൂർ തുരുത്തിക്കര MT UP സ്കൂളിലാണ് സംഭവം. രാവിലെ 9:30 സ്കൂളിലെത്തിയ ഫെബിൻ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കെ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ സ്കൂൾ ജീവനക്കാരൻ സിജു തോമസ് കിണറ്റിലിറങ്ങി കുട്ടിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി. ശാസ്താംകോട്ട ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ്
ഇരുവരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആദ്യം എത്തിച്ച ആശുപത്രിയിൽ നിന്ന് കൊല്ലം മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ആഴമേറിയ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫിബിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. കിണറ്റിന് ഗ്രില്ലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോൾ കിണറ്റിന് ഗ്രില്ലില്ല. ഇല്ല, അവിടെ ഇപ്പൊ അടുത്തിടയ്ക്ക് അവർ പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞത്. ഇത് റെഡിയാക്കിയില്ല. തുരുമ്പിച്ച ഇരുമ്പ് നെറ്റും പ്ലാസ്റ്റിക് വലയുമാണ് കിണറിന് മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്നതെന്ന് നാട്ടുകാരും പറയുന്നു. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സ്കൂളിലൊക്കെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ നടത്തിയതാണ്. എന്നാൽ ഈ കിണറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിശോധന നടത്തി. കിണറിന് മുകളിൽ മതിയായ സുരക്ഷയുണ്ടായിരുന്നില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ എഇഒ ഡിഡിക്കും ഡിഇഒയ്ക്കും റിപ്പോർട്ട് കൈമാറി. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊല്ലം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. 388 കോടി രൂപ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. വാർത്താസന്ധിയിലേക്ക് വീണ്ടും. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇഡിക്കും ആദായനികുതി വകുപ്പിനും നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കൊടകര കവർച്ചാ കേസിലെ 50-ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇഡിക്കും ആദായനികുതി വകുപ്പിനും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം. ഹർജി പരിഗണിച്ച കോടതി അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഇഡി അഭിഭാഷകനോട് ആരാഞ്ഞു. അന്വേഷണം നടക്കുന്നതായും ഇക്കാര്യം മുമ്പ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ മറുപടി നൽകി. തുടർന്ന് ഇഡിക്കും ആദായനികുതി വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ട്. നേരത്തെ കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിലെ സാക്ഷി തിരൂർ സതീഷിന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ സംസ്ഥാന സർക്കാരും കേസിൽ തുടരന്വേഷണത്തിന് നീക്കം നടത്തുന്നുണ്ട്. തുടരന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട സർക്കാർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. 24 കൊച്ചി. വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ അങ്കലാപ്പിലാണ് മുന്നണികൾ. ഭൂരിപക്ഷത്തിലെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിനുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നുവെന്ന സംശയത്തിലാണ് LDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയുമോ എന്ന ആശങ്ക BJPക്കും ഉണ്ട്. മൊത്തം വോട്ടുകളിൽ 5 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% വോട്ടുകൾ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടില്ല. 5-6 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകുമെന്നായിരുന്നു പ്രചാരണത്തിലുടനീളം UDF ആവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി 2019 നേടിയ വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇതേക്കുറിച്ചുള്ള ആത്മപരിശോധനയും UDF തുടങ്ങി. ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാൻ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളേത് ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും പോൾ ചെയ്യാത്തതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതിനാലാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. CPIMന്റെയും CPIയുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപം മുന്നണിക്കകത്തുണ്ട്. ഒരു മനസ്സോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഈ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞത്. മൊത്തം വോട്ടർമാരിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു ഉത്തരേന്ത്യൻ കാലാവസ്ഥയിലേക്ക് വയനാട് പോകുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇടതു വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായതെന്ന് BJP വിലയിരുത്തുമ്പോഴും കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയ 1,41,000-നടുത്തെത്താൻ ഇക്കുറി സാധിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിക്കില്ല. 24 വയനാട്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന അവകാശവാദമാണ് മുന്നണികളുടേത്. പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയാണ്. പ്രചരണകാലത്ത് വിടാതെ പിടികൂടിയ വിവാദങ്ങളെ ചെറുക്കാനായെന്ന LDF വിലയിരുത്തൽ. ഇടതു വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നും ബൂത്തുകളിലെ കണക്ക്. സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്തു. പ്രതികൂല ഘടകങ്ങൾ വെല്ലുവിളിയായാലും 20,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്നു.
താഴെത്തട്ടിൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തത് ഇടതുപക്ഷ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ അവർ പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഒരു ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല പോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. 3000-നും 5000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് UDF പ്രതീക്ഷ. സമാനതകളില്ലാത്ത പ്രവർത്തനം ചേലക്കരയിൽ കാഴ്ചവെക്കാനായെന്ന നേതാക്കൾ പറയുന്നു. LDFന് സ്വാധീനമുള്ള വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകളിലൊഴികെ ലീഡ് നേടുമെന്നും വിലയിരുത്തൽ. ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം UDFനൊപ്പം മാറ്റത്തിന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. അടിയൊഴുക്കുകളിൽ NDAക്കുള്ളത് വലിയ പ്രതീക്ഷ. UDFന്റെയും LDFന്റെയും വോട്ടുകൾ പിടിച്ചെടുത്തെന്നാണ് PV അൻവറിന്റെ DMK പിന്തുണയുള്ള NK സുധീറിന്റെ വിശ്വാസം. ചേലക്കരയിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്നും സുധീർ കരുതുന്നു. കണക്കുകൂട്ടലുകൾക്കൊപ്പുറം ചേലക്കരയിൽ ആര് കരകയറും? ഇനി കാത്തിരിപ്പിന്റെ 9 നാളുകൾ. ചേലക്കരയിൽ നിന്നും MD അധീഷിനൊപ്പം അശ്വിൻ പാലാഴി, 24. IAS തലപ്പത്തെ തുറന്ന പോരിൽ കൂടുതൽ വിവരങ്ങൾ 24-ന്. ഫയലിൽ അഭിപ്രായം എഴുതാൻ N പ്രശാന്ത് IASനെ വിലക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക് ഒപ്പിട്ട കുറിപ്പ് 24-ന് ലഭിച്ചു. കുറിപ്പിനെതിരെ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെ പരസ്യമായി വിമർശിച്ചതിന്റെ പേരിലാണ് N പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. A ജയതിലകിന്റെ തെറ്റായ സമീപനങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു N പ്രശാന്തിന്റെ നിലപാട്. ഉന്നതിയുടെ ചുമതലയിലുണ്ടായിരുന്ന N പ്രശാന്തിന് ഫയലിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് A ജയതിലകിന്റെ പുറത്തുവന്ന കുറിപ്പ്. തനിക്ക് നേരിട്ട് ഫയൽ സമർപ്പിച്ചാൽ മതിയെന്നും N പ്രശാന്തിന് കൈമാറേണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് കുറിപ്പിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ വർഷം മാർച്ച് 7-ന് നൽകിയ കുറിപ്പ് മന്ത്രി അറിയാതെയാണെന്നാണ് വിവരം. കുറിപ്പ് നൽകിയതിന് പിന്നാലെ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ K ഗോപാലകൃഷ്ണൻ IASനെതിരെ വീണ്ടും പരാതി ലഭിച്ചു. കൊല്ലം സ്വദേശി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വർഗീയ ചേരിതിരിവുണ്ടാക്കിയെന്നാണ് പരാതി. 24 തിരുവനന്തപുരം. വാർത്താസന്ധിയിലേക്ക് വീണ്ടും 24 ഒരു ഇമ്പാക്റ്റ് വാർത്തയിലേക്കാണ്. ഇനി സ്കൂൾ ബാഡ്മിൻ്റൺ താരങ്ങളുടെ ഭോപ്പാൽ യാത്രയിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു. താരങ്ങളെ വിമാനത്തിലെത്തിക്കും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ടിക്കറ്റിൻ്റെ പകുതി പണം താരങ്ങൾ എടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതായി ഏറ്റവും ഒടുവിലായി അറിയുന്നു. പണമില്ലാത്തതിനാൽ 2 താരങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അഗ്രഹാര വീഥികൾ ഭക്തിസാന്ദ്രം. രഥോത്സവം കോ-സ്പോൺസേഡ് ബൈ UGS ഗോൾഡ് ലോൺ. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. കൽപ്പാത്തിയിൽ 2ാം തേരുത്സവത്തിൽ മന്ദക്കര മഹാഗണപതി തേരിലേറി. തേര് വലിക്കാനും രഥോത്സവം കാണാനും ഇന്നും 100 കണക്കിന് ആളുകളാണ് കൽപ്പാത്തി തെരുവിലെത്തിയത്. നാളെയാണ് ദേവരഥ സംഗമം. പല്ലക്കിലേറി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെ കണ്ട് അനുമതി വാങ്ങിയാണ് മന്ദക്കര മഹാഗണപതി രഥപ്രയാണത്തിന് തേരിലേറിയത്. പുഷ്പഫലാദികളാൽ അലങ്കരിച്ച തേരിലേറിയ ഗണപതിയെ ഭക്തർ കൽപ്പാത്തി തെരുവിലൂടെ ആനയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തേരിലുള്ളുമ്പോൾ കൽപ്പാത്തിയിലുണ്ട്. രഥോത്സവമൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവങ്ങളാണ്. അതിന് തുടർച്ചയുണ്ടാകും, എല്ലാ വർഷവും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന ഉത്സവത്തിന്റെ ഭാഗമാകുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യ സ്വാമിയും 1ാം തേരുത്സവമായി ഇന്നലെ തേരിലേറി പ്രദക്ഷിണം ആരംഭിച്ചിരുന്നു. നാളെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും തേരിലേറുന്നതോടെ ദേവരഥ സംഗമത്തിലേക്കുള്ള രഥപ്രയാണം ആരംഭിക്കും. നാളെ വൈകിട്ടാണ് തേരുമുട്ടിയിൽ പ്രസിദ്ധമായ ദേവരഥ സംഗമം നടക്കുക. 24 പാലക്കാട്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ടാണ്. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി വാർത്താസന്ധിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. കാലാവസ്ഥാ റിപ്പോർട്ടിന് ശേഷം പ്രേക്ഷകർക്ക് ഇലക്ഷൻ സ്റ്റണ്ട് കാണാം. ഒപ്പമെത്തും ക്രിസ്റ്റീന ചെറിയാൻ. നമസ്കാരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.